നമ്മളൊരു സെയിൽസ് സ്റ്റാഫ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആവട്ടെ, കസ്റ്റമറെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പൈപ്പ് ലൈൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് കസ്റ്റമറെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? മാർക്കറ്റിൽ 4 തരം കസ്റ്റമറാണുള്ളത്. 1 ചീപ്പ്, 2 ഡിഫിക്കൾട്ട്, 3 എഡ്യൂക്കേറ്റഡ്, 4 ഇമോഷണൽ. ആരാണ് ചീപ്പ് കസ്റ്റമർ? അവർ എവിടെയാണോ വില കുറഞ്ഞ സ്ഥലം അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ക്വാളിറ്റി പ്രശ്നമല്ല, ആകെ അവരുടെ കാര്യം വരുന്നത് പ്രൈസിങ്ങിൽ മാത്രമാണ്. രണ്ടാമത്തെ കസ്റ്റമർ ഡിഫിക്കൽട്ട് കസ്റ്റമർ. ഡിഫിക്കൽട്ട് കസ്റ്റമറിൻ്റെ പ്രത്യേകത എന്നാൽ ഇവർക്ക് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയവും നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഈ കാര്യം ശരിയായില്ല അല്ലെങ്കിൽ മറ്റു കാര്യം ശരിയായില്ല, പ്രൊഡക്റ്റ് അവിടെ നിന്ന് മേടിച്ച് എത്രത്തോളം കിട്ടുമായിരുന്നു പറയും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ക്വാളിറ്റി ഒന്നും പ്രശ്നമല്ല. ഇവർ പ്രൈസിങ്ങും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ബാർഗെയിൻ ചെയ്തുകൊള്ളണമെന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് നമ്മളെന്ത് ചെയ്യും, അവർ നമ്മളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. തേർഡ് കസ്റ്റമർ എഡ്യൂക്കേറ്റഡ് കസ്റ്റമറാണ്. ഇവർ നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണോ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉള്ള കസ്റ്റമറാണ് എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ. നാലാമത്തത് ഇമോഷണൽ കസ്റ്റമറാണ്. അവർക്കൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ആ പ്രൊഡക്റ്റ് നമ്മുടെ പേര് മാത്രമായിരിക്കും അവരുടെ മൈൻഡിലുണ്ടാവുക. അവർ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുന്ന ആളുകളാണ് ഇമോഷണൽ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് വൈസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ കസ്റ്റമർ ചീപ്പ് കസ്റ്റമർ മാർക്കറ്റിൻ്റെ ഏകദേശം 40% കവർ ചെയ്യുന്നത് ചീപ്പ് കസ്റ്റമറാണ്. രണ്ടാമത്തെ ഡിഫിക്കൽട്ട് കസ്റ്റമറും ഇതേപോലെ തന്നെ 40% ഡിഫിക്കൽട്ട് കസ്റ്റമറുമാണ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമേഴ്സ് ആകെ 20% ആണുള്ളത്. അതിൽ 16% എഡ്യൂക്കേറ്റഡും 4% ഇമോഷണൽ കസ്റ്റമറുമാണ്. അപ്പം ഒരു സെയിൽസ്മാൻ, ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 16+4 കസ്റ്റമറിലാണ്. കാരണം അവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് കിടക്കുന്നത്.